പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഞായറാഴ്ച ആയതുകൊണ്ട് ഹർഷനും കുടുംബവും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ കൂടെ വേണിയും ഷാജിയും അമ്മനും സന്ധ്യയും ഒക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഹർഷൻ ഫർണിച്ചറുകളും മറ്റു സാധനങ്ങളും എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് വീട് തകർന്നപ്പോൾ കുറച്ചധികം വീട്ടുപകരണങ്ങളും മറ്റും നശിച്ചു പോയിരുന്നു. അതിനു പകരം പുത്തൻ കുറച്ച് വീട്ടുപകരണങ്ങളും അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങളും അവൻ വീണ്ടും വാങ്ങിച്ചു വെച്ചു. കണ്ടപ്പോൾ വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആകെ ഒരു പോരായ്മയെ രാധിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നല്ല അയൽപ്പക്കമില്ലെന്ന്. അടുത്തടുത്ത വീടുകളേക്കാൾ കച്ചവടക്കടകളാണ് കൂടുതൽ. അല്പാകലെങ്കിലും ഉള്ള രണ്ട് വീട്ടിൽ ആരെയും കണ്ടതുമില്ല. പിന്നെ റോഡരികിൽ തന്നെ ആയതുകൊണ്ട് വാഹനങ്ങളുടെ ശബ്ദമുണ്ട്. എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് മട്ടൻ ബിരിയാണിയും പായസവും കൂടെ ഉണ്ടാക്കി ഉച്ചത്തേക്ക്. അതെല്ലാം കഴിച്ച് വൈകുന്നേരമാണ് വേണിയും ഫാമിലിയും തിരിച്ചത്. പോവാൻ നേരം എല്ലാവർക്കും ചെറിയ ചെറിയ വിഷമവും ഉണ്ടായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സന്ധ്യാഗവും പുറമെല്ലാം ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി. പിന്നെ മേല് കഴുകി വന്ന് വിളക്കും വെച്ചു. ശ്യാം സീറ്റൗട്ടിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ഹർഷൻ അവർ പോയ പിറകെ എന്തോ ആവശ്യത്തിന് പുറത്തേക്കും പോയി. കുറെ ദിവസങ്ങൾക്ക് ശേഷം രാധിക്ക് ഒരൊറ്റപ്പെടൽ തോന്നി. അവർ ശ്യാമിനെയും നോക്കി തിണ്ണയിലേക്കിരുന്നു. കുറച്ചു നേരം ഇരുന്നിട്ട് ഹർഷനെ കാണാഞ്ഞപ്പോൾ രാധിക അകത്തേക്ക് കയറിപ്പോയി. കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ഓരോന്നും രണ്ട് മുറികളിലെയും കബോർഡിൽ അടുക്കി വെച്ചു. 2 ബെഡ്റൂം മാത്രമായതുകൊണ്ട് ശ്യാം തൻ്റെ കൂടെയാണ്. കൈയും കാലും ഒക്കെ ശരിയാവും വരെയും അവനെ ശ്രദ്ധിക്കാനും സഹായിക്കാനും ഒരാൾ കൂടെ ഉണ്ടാവുകയും വേണം. ഹർഷൻ വന്നപ്പോൾ രാത്രി 8:30 തുടങ്ങിയിരുന്നു. സീറ്റ് ഔട്ടിൽ ആരുമില്ല. മുൻവാതിൽ തുറന്നിടക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഇതൊരിക്കലും നേരെയാവില്ലെന്ന മട്ടിൽ തലയാട്ടി. അകത്തേക്ക് കയറിയപ്പോൾ രണ്ടുപേരും ടി വിയിലേതോ സീരിയൽ കാണുകയാണ്. വലിയ ശബ്ദത്തിൽ ടി വിയിൽ നിന്ന് ശബ്ദം വരുന്നുണ്ടെങ്കിലും ഹർഷനോട് എന്തൊക്കെയോ കുറവുകൾ അനുഭവപ്പെട്ടു. വല്ലാത്തൊരു നിശബ്ദത മൂടിയതുപോലെ. കുറച്ച് ദിവസങ്ങളായി കാണുന്ന മുഖങ്ങൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, ചിരികൾ ഒക്കെ അവൻ ആ നിമിഷം മിസ് ചെയ്തു. ഏട്ടനെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ശ്യാമിന്റെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. എത്ര തവണ പറയണ രണ്ടുപേരുടെ ഡോറ് തുറന്നിടരുതെന്ന്? ഒരു ബോധം പാടില്ല കേട്ടോ. ഒന്നാമത് മെയിൻ റോഡിനടുത്ത വീട്. വല്ല കളനോ മറ്റൊക്കെ ആയിരുന്നെങ്കിൽ അറിയൂ രണ്ടും. ഒന്നിനാണെങ്കിൽ ഒന്ന് ഇറങ്ങാൻ വയ്യ. അടുത്ത ആൾക്കൊരു പാമ്പിനെ കണ്ട ബോധക്കേടും. ഒന്നും പറയുന്നില്ല ഞാൻ. ഇനി ഇങ്ങനെ തുറന്നിടും. അവൻ കലിപ്പിച്ച് നോക്കി അമ്മയും അനിയനെയും. രണ്ടുപേരും അബദ്ധം പറ്റിയതുപോലെ മിണ്ടാൻ നിന്നു. ഹർഷൻ രണ്ടുപേരെ ഒരിക്കൽ കൂടി രൂക്ഷമായി നോക്കി. കൈകളിലുള്ള പലചരക്ക് പച്ചക്കറികളുടെ കവറുകളുമായി അടുക്കളയിലേക്ക് നടന്നു. നിനക്കൊന്ന് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നോ ആ ഡോറടക്കാൻ? ഓ, ഞാൻ ഓർപ്പിക്കണോ? അമ്മയ്ക്കട ചൂടായോ? വയ്യാതെ ഞാൻ ഡോറടച്ചോ കേട്ടടച്ചോ നോക്കി നടക്കുകയാണല്ലോ. ഹർഷൻ മുന്നിൽ നിന്ന് മാറിയതും രാധികയും ശ്യാമും ഒച്ചയാഴ്ത്തി പോരെടുത്തു. ഹർഷൻ തിരിച്ചു വന്നും രണ്ടുപേരും നേരെ നിന്ന് ടി വിയിലേക്ക് ശ്രദ്ധിച്ചു. വാവേ, നിനക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുന്ന ഇത് വെറുതെ ഇരിക്കണ്ട. വീട്ടിൽ നിന്ന് പഠിച്ചോ കേട്ടോ. അവർക്കടുത്തേക്ക് ഇരുന്നുണ്ടാവും പറഞ്ഞു. ശ്യാം മുഖം ചുളിച്ചുകൊണ്ട് അമ്മയെ നോക്കി. ഏട്ടാ, എനിക്ക് വയ്യാത്തല്ലേ, ഇതൊക്കെ ശരിയായിട്ട് പഠിച്ചാ പോരെ. ഈ സമയം വെറുതെ അങ്ങ് പൊക്കോട്ടെ എന്നാണോ? ക്ലാസ് കണ്ടും വായിച്ചും പഠിച്ചോണ്ട നാളെ മുതൽ. വാവേ, അതിലൊരു കോംപ്രമൈസും ഇല്ല. ഹർഷൻ കർശനമായി തന്നെ പറഞ്ഞു. ശ്യാം അതൊട്ടും ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു. അതിനിടയിൽ അമ്മയുടെ കളിയായിക്കൊണ്ടുള്ള ചിരിയും അവൻ കണ്ടിരുന്നു. അവനിടം കയ്യാൽ അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പിച്ചാൻ ശ്രമിച്ചെങ്കിലും രാധിക അത് മനസ്സിലായിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നീങ്ങിയിരുന്നു. ശ്യാം തന്റെ ഒടിഞ്ഞ കൈയിലേക്കും കാലിലേക്കും നിരാശയോടെ നോക്കി. രാധിക അടുക്കളയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങൂടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാധിക ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരൊച്ചയാനക്കോ ഇല്ലാത്ത പോലെ. അല്ലേ അമ്മേ? കഴിക്കുന്നതിനിടയിൽ അമൽ പറഞ്ഞു. 3 പേരും അവനെ നോക്കി. ശരിയാ, ഇന്നലെ വരെ എന്തൊരു സംസാരവും തമാശയും ചിരിയൊക്കെ ആയിരുന്നു. ഇതിപ്പോ വീടാകാൻ കുറങ്ങിയ പോലെ. രാധികയും സമ്മതിച്ചു. നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് പോലെ തോന്നിയില്ലേ? എനിക്ക് അവർ ഒത്തിരി ഇഷ്ടമായി. അമൽ വീണ്ടും പറഞ്ഞു. സ്നേഹമുള്ള ആളുകളാ ആ മക്കളൊക്കെ. എന്ത് നല്ല സ്വഭാവ. ഹർഷനാണെങ്കിലും ബഹുമാനിക്കാൻ തോന്നുന്നൊരു വ്യക്തിത്വ. എത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. ഷാജിയും പറഞ്ഞു. അയാൾക്ക് ഒരു ഹർഷൻ ചേട്ടൻ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ചേച്ചിയെ. അമൽ അങ്ങനെ പറഞ്ഞപ്പോൾ അത്രയും നേരം മിണ്ടാതിരുന്ന വേണി അമ്പരപ്പോടെ തല ഉയർത്തി. സന്ധ്യയും ഷാജിയും ഒന്ന് പകച്ചിരുന്നവന്റെ പറച്ചിലിൽ 3 പേരുടെയും മൗനവും നോട്ടുമായപ്പോൾ പറഞ്ഞ തെറ്റായൊന്ന് സംശയമായി അമലിന്. അവൻ പരിങ്ങലോടെ ഞെളിവിരി കൊണ്ടു. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും സന്ധ്യയുടെയും ഷാജിയുടെയും മനസ്സിൽ ആ വാചകങ്ങൾ കൊളുത്തിപ്പിടിച്ചിരുന്നു. തീന്മേശ നിശബ്ദമായതും അമലും പിന്നെ കഴിക്കുന്നതിൽ മാത്രമായി ശ്രദ്ധ. വേണി മാറി നോക്കാതെ കഴിച്ചെണീറ്റു. ബെഡിന്റെ ഓരത്ത് കിടക്കുമ്പോൾ അവളുടെ ചിന്തകൾ അമൽ പറഞ്ഞതിലൂടെ കടന്ന് ഹർഷനിലേക്ക് എത്തി. ഹരീഷിന് പകരം ഹർഷനായിരുന്നു തന്നെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ തന്റെ ജീവിതം എങ്ങനെയാവുമായിരുന്നു? വേണിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്ന് നിന്ന് വേണി തുറന്നിട്ടിരിക്കുന്ന ജനലിലൂടെ ആകാശത്തേക്ക് നോക്കിയവൾ. നിലാവോ പൂർണ്ണചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും അവൾ കണ്ടില്ല. ഹർഷന്റെ ഗൗരവമേറിയ മുഖവും അവന്റെ ഭാവങ്ങളും സംസാരവും കൂർത്ത് വരുന്ന നോട്ടങ്ങളും മാത്രമായിരുന്നു അവളുടെ മുമ്പിൽ തെളിഞ്ഞത്. അലക്കിയ തുണികൾ വിരിക്കാൻ വേണ്ടി ടെറസിലേക്ക് പോയപ്പോഴാണ് വേണി കണ്ടത് അയില ഹർഷന്റെ അലക്കി വിരിച്ചിട്ട തുണികൾ.
ഹർഷൻ ചേട്ടൻ എടുക്കാൻ മറന്നാണ് തോന്നുന്നു. എന്തായാലും എടുത്തു വെക്കാം, അവൾ സ്വയം പറഞ്ഞു. ടെറസിലെ അലക്കല്ലിലാണ് പൊതുവെ ഹർഷൻ തുണികൾ അലക്കാറ്. പോകുന്ന ദിവസം രാവിലെ കഴുകി വിരിച്ചാണ്, പക്ഷെ എടുക്കാൻ മറന്നു. വേണി ഉണങ്ങിയ തുണികളെല്ലാം എടുത്ത് മാറ്റിവെച്ചു. പിന്നെ നനഞ്ഞ തുണികൾ ഓരോന്നും പിഴിഞ്ഞു കുടഞ്ഞു വിരിക്കുകയും ചെയ്തു. ശേഷം ഉണങ്ങിയ തുണികളെല്ലാം കൈത്തണ്ടയിലേക്കിട്ട് താഴേക്ക് നടന്നു. അമ്മയുടെയും അച്ഛൻ്റെയും തുണികൾ അവരുടെ റൂമിലെ ബെഡിലും അമലിന്റെ വസ്ത്രങ്ങൾ അവന്റെ റൂമിലും കൊണ്ടുവച്ചു. ബാക്കി അവിടെ ഹർഷന്റെയും വസ്ത്രങ്ങളുമായി വേണി സ്വന്തം മുറിയിലേക്ക് നടന്നു. തന്റെ വസ്ത്രങ്ങൾ കബോർഡിലേക്ക് മടക്കി വെച്ച ശേഷം വേണി ഹർഷന്റെ ടീഷർട്ട് കയ്യിലെടുത്തു. മെറൂൺ കളർ കോളർ നെക്ക് ടീഷർട്ടാണ്. അവളത് വൃത്തിയിൽ മടക്കിയെടുത്തു. കബോർഡിൽ തന്റെ വസ്ത്രങ്ങളുടെ അടുത്ത് തന്നെ വെക്കാമെന്ന് കരുതി. കബോർഡിലേക്ക് കൊണ്ടുപോയെങ്കിലും വെക്കുന്നതിന് മുമ്പ് കലശമായ ഒരു ആഗ്രഹത്തോടെ അവളത് മൂക്കിനോട് അടുപ്പിച്ചു. ശ്വാസം എടുത്തപ്പോൾ അറിഞ്ഞ അയാളുടെ ഗന്ധം വേണിയുടെ നാസികയിലൂടെ അവ ഹൃദയത്തിലും തലച്ചോറിലുമെല്ലാം ഒഴുകിയെത്തി. അവൾക്ക് ആ ഗന്ധത്തോട് ഇതുവരെ തോന്നാത്തൊരു ഇഷ്ടം തോന്നി, കൊതിപ്പിക്കുന്ന പോലെ. അവൾ വീണ്ടും ശ്വാസമെടുത്തു. എന്നാൽ അടുത്ത നിമിഷം തന്നെ താൻ എന്താണ് ചെയ്യുന്നതെന്ന ബോധ്യത്തിൽ അവൾ ടീഷർട്ട് മുഖത്തുനിന്ന് മാറ്റി. ഇതെന്താണ് തനിക്ക് പറ്റുന്നത്? താൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? ഹർഷൻ ചേട്ടൻ്റെ ടീഷർട്ട് എന്തിനാ താൻ വാസനിച്ചത്? എന്തിനാണ് താൻ ആ ഗന്ധം ആസ്വദിച്ചത്? എങ്ങനെയാ തനിക്ക് ഇതിന് കഴിഞ്ഞത്? അവൾക്ക് ഭയം തോന്നിപ്പോയി. തനിക്കെന്തോ മാറ്റം സംഭവിക്കുന്നുണ്ടോ? തൻ്റെ ഉള്ള അയാളിലേക്ക് ചായുന്നുണ്ടോ? ആ ചിന്തയിൽ തന്നെ അവൾക്ക് ദേഹമാസകലം വിറച്ചുപോയി. അങ്ങനെ കഴിയോ തനിക്ക്? താനൊരു വിവാഹമോചിതയായ സ്ത്രീയല്ലേ? ഒരിക്കലും വിവാഹം കഴിച്ച് അയാളുമായുള്ള ബന്ധം വേർപ്പെടുത്തി ജീവിക്കുന്നവൾ. അങ്ങനെ സ്ത്രീക്ക് എങ്ങനെയാണ് മറ്റൊരു പുരുഷനിൽ ആകൃഷ്ടയാവുക? അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് തെറ്റല്ലേ? ചിന്തകളുടെ കുത്തൊഴുക്കിൽ അവൾ ആ ടീഷർട്ട് കബോർഡിലേക്ക് വെച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. വേണി തലയൊന്നു കുടഞ്ഞു. ചിന്തകൾ ആട്ടിയകറ്റി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അയാൾ ശ്യാമിന്റെ ഏട്ടനാ, രാധികാന്റിയുടെ മകൻ. അതിൽ കൂടുതലൊരു അടുപ്പവും താല്പര്യം തനിക്ക് അയാളോടില്ല, ഇനി ഉണ്ടാവുകയില്ല. അവൾ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നെ വേഗത്തിൽ ഹർഷന്റെ മറ്റു വസ്ത്രങ്ങൾ കൂടെ മടക്കിയെടുത്ത് വെച്ചു. മേറെന്നെഴുതിയ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരുന്നു. എന്നത്തെയും പോലെ ഒരു കൂട്ടം ആളുകളായിരുന്നു കയറാൻ. വേണി ആ തിരക്കിനിടയിലൂടെ നോണ്ട് കയറി. മുകളിലെ കമ്പിയിൽ പിടിച്ചുകൊണ്ടൊരിടത്തേക്ക് ഒതുങ്ങി നിന്നു. അവൾ ആശ്വാസത്തോടെ ശ്വാസം അയച്ചു. സ്കൂട്ടി വാങ്ങിച്ച പിന്നെ ഈ തിരക്കിന്ന് രക്ഷപ്പെടായിരുന്നു, അവൾ ഓർത്തു. കോളേജ് സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറുക അത്ര എളുപ്പമല്ല. ജോലിക്കാരൻ സ്റ്റുഡൻസുമായി ഒരു പട തന്നെയുണ്ട്. കണ്ടക്ടർ വന്നപ്പോൾ അവൾ കയ്യിലുള്ള ചില്ലറ തൊട്ട് കൊടുത്തു. വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചകളിലേക്ക് നോട്ടം അയച്ചു. ടൗണിലേക്കുള്ള സ്റ്റോപ്പ് എത്തുന്നതിന് തൊട്ടുമുമ്പുള്ള സ്റ്റോപ്പ് എത്തിയപ്പോഴാണ് വേണി ഹർഷനെ കണ്ടത്. ചെക്കിംഗ് ആണ്. യൂണിഫോമിൽ തൊട്ടടുത്ത പോലീസുകാരനോട് എന്തോ പറയുന്നവനെ കണ്ണുവിടർത്തി നോക്കിയവൾ. പതിവ് പോലെ അനാവശ്യമായൊരു ഗൗരവം തന്നെയാണ് അവന്റെ മുഖത്ത്. 2 കുഞ്ഞി കണ്ണുകളാണ്. അതിപ്പോഴും കൂർത്താണെന്ന് തോന്നിയവൾക്ക്. പിരിച്ചുവെച്ച മീശ കീഴിൽ ഇളം പിങ്ക് ചുണ്ടുകൾ അനങ്ങുന്ന കണ്ടതും കൗതുകം തോന്നിയവൾക്ക്. എന്തൊരു ഭംഗിയാണ് ഹർഷൻ ചേട്ടന്. താൻ ഇത്ര ദിവസം ഇതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ലല്ലോ. ഒന്ന് ചിരിക്കൂടെ ചെയ്താ ഇയാൾ ചിരിക്കില്ലേ? താൻ ചിരിച്ച് കണ്ടിട്ടില്ലല്ലോ. ചിരിച്ച എങ്ങനെയുണ്ടാവും? വേണിയുടെ ചിന്തകൾ നീണ്ടുപോയി. ഹർഷന്റെ കണ്ണുകൾ ബസ്സിനുള്ളിലേക്ക് നീങ്ങും മുമ്പേ ബസ് മുന്നോട്ടെടുത്തിരുന്നു. വേണി ഒന്ന് എത്തി നോക്കി. പിന്നെ നിരാശയോടെ തിരിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം തന്നെ താൻ ഇത്ര നേരം വായി നോക്കിയായിരുന്നു. അത് ഹർഷൻ ചേട്ടനെ എന്ന ചിന്തയിൽ അവൾ അമ്പരന്ന് പോയി. ഹർഷൻ വീടിന്റെ പൂർത്തിയായ പണികളെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടു. മെയിൻ വാർപ്പ് കഴിഞ്ഞു. ഇനി പ്ലംബിങ്ങും തേക്കലുമൊക്കെ അടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങും. ഹർഷൻ സൂക്ഷ്മതയോടെ വീടിന്റെ അകത്തേക്ക് കയറി. വീടിന് പുറത്തും അകത്തും പൊടിയും കമ്പികളും ഒക്കെയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് മതി. വീടിനകമെല്ലാം ഒന്ന് ചുറ്റിക്കണ്ട ശേഷം അവൻ സംതൃപ്തിയോടെ പുറത്തിറങ്ങി. പിന്നെ തന്റെ ബുള്ളറ്റിലേക്ക് കയറി. നേരം ഉച്ചയായതുകൊണ്ട് തന്നെ ഷാജിയുടെ വീട്ടിൽ ആളുണ്ടാവില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വണ്ടി വിട്ടു. വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് കിടക്കുന്ന ഈതറിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടതും വീട്ടിലാരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായവന്. ഹർഷൻ തുറന്നിട്ടിരിക്കുന്ന ഡോറിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ ആദ്യം കണ്ണിലുടക്കിയത് തന്നെ വേണിയെയാണ്. സന്ധ്യയുടെയും ശ്യാമിന്റെയും കൂടെ ഊണ് കഴിക്കുകയായിരുന്നു അവൾ. പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതും ഒന്ന് പരിങ്ങി. അവനുണ്ടാവില്ലെന്ന പ്രതീക്ഷയിലാണ് വേണി ഇങ്ങോട്ട് വന്നതെന്നേ. ഇപ്പോഴും അവനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്ന അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. തന്നെ അവൻ എവിടെയൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയാം. വേണിയുടെ പുതിയ വണ്ടിയാണോ? ഹർഷൻ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അതെ. വേണി അവന്റെ ചോദ്യത്തിനൊന്ന് അമ്പരന്നെങ്കിലും പറഞ്ഞു. നീ കണ്ടില്ലായിരുന്നോ സ്റ്റാറ്റസ്? ഇന്നലെ വാങ്ങിയതാ. ഇനിയിപ്പോ കൊച്ചിന് ബസ്സിൽ തൂങ്ങി പോവണ്ടല്ലോ. ഇലക്ട്രിക് ആയതുകൊണ്ട് പെട്രോൾ അടിക്കുകയും വേണ്ട, രാധിക പറഞ്ഞു. ഹർഷനൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ കൈ കഴുകിക്കൊണ്ട് അവളുടെ ഓപ്പോസിറ്റുള്ള സീറ്റിലേക്ക് ഇരുന്നു. ഏട്ടൻ വീട് പോയി നോക്കിയോ? ഹർഷൻ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് ചോറും കറികളും വിളമ്പുന്നതിനിടയിൽ ശ്യാം ചോദിച്ചു. ഞാൻ അവിടുന്ന് വരുന്നത്. തേക്കാനുള്ള മണലിറക്കിയുണ്ട്. നാളെ തന്നെ പണി തുടങ്ങും, അവൻ പറഞ്ഞു. വേണി അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. വേണിക്കപ്പോൾ ക്ലാസ്സില്ല ഇന്ന്? ഹർഷൻ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു. അവളൊരു പരിങ്ങലോടെ ശ്യാമിനെയും രാധികയെയും നോക്കി. അവരാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെയും. ഹർഷൻ 3 പേരെയും നോക്കി.
അവൾക്ക് മടിയായി ഇന്ന്. കൂട്ടുകാർ ലീവാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയും പോയില്ല എന്ന് രാധിക ഒരു ചിരിയോടെ പറഞ്ഞു. വേണി പിന്നെ തല ഉയർത്താതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ഹർഷന്റെ ചുണ്ടിലെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. അവളുടെ പരിങ്ങലിൽ ചമ്മിൽ അവനും ശ്രദ്ധിച്ചു. തിരിച്ച് ഡ്യൂട്ടിയിൽ കയറാനുള്ളതുകൊണ്ട് തന്നെ ഹർഷൻ ഭക്ഷണം കഴിച്ച് വേഗം ഇറങ്ങി. അതിനുശേഷമാണ് വേണിക്ക് സംസാരശേഷി തന്നെ തിരിച്ചു കിട്ടിയത്. വേണി, നിനക്ക് ഏട്ടനെ നല്ല പേടിയാണല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിറ്റോളിരിക്കുമ്പോഴാണ് ശ്യാം ചോദിച്ചത്. എന്ത് പേടി? എന്തിനു പേടി? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ അവളവനെ കണ്ണുരുട്ടി നോക്കി. ഇത് ഞാൻ വിശ്വസിക്കാം. ഏട്ടന് നിനക്ക് പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഏട്ടൻ വരുന്നവരെയും പോയി കഴിഞ്ഞിട്ടും നീ നിന്റെ നാവിനെ വെറുതെ ഇട്ടിട്ടില്ല. പക്ഷെ ഏട്ടൻ വന്നപ്പോ നീ ഫുള്ള് സൈലന്റ് ആയിരുന്നു. ചോദിക്കുന്നതിന് മാത്രം ആൻസർ. അതിനർത്ഥം എന്താ മോളെ? നിനക്ക് ഏട്ടന്റെ മുമ്പിൽ സംസാരിക്കാൻ തന്നെ ധൈര്യമില്ലെന്നല്ലേ? അതെ. ശ്യാമുറക്കെ പൊട്ടിച്ചിരിച്ചു. പിന്നെ പേടി? എനിക്കൊരു പേടിയില്ല. പേടിക്കാൻ നിന്റെ ഏട്ടനാരെ ഗുണ്ടയോ? ഒരു എസ് പേടിക്കാൻ മാത്രം ബീരു അല്ലെങ്കിൽ വേണി. പിന്നെ ഞാൻ സംസാരിക്കാതിരുന്ന് അതിപ്പോ നിന്റെ ഏട്ട അത്ര കമ്പനി അല്ലല്ലോ, അതുകൊണ്ട് മാത്രമാ. വേണി അപ്പോൾ തന്നെ ശ്യാമിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ വിശ്വസിച്ചു. അവൻ ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വേണി കയ്യിൽ കിട്ടിയ ന്യൂസ് പേപ്പർ അവന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. അവൾക്കും ചിരി വന്നുപോയി. ശരിക്കും തനിക്ക് ഹർഷൻ ചേട്ടന് പേടിയാണോ? പേടി തന്നെയാണോ? രാധിക അകത്തുനിന്ന് വന്നും അവൾ പിന്നെ ആ കാര്യം വിട്ടു. വൈകുന്നേരം വരെയും കത്തിയടിച്ചിരുന്നിട്ടാണ് വേണി തിരിച്ചു പോയത്. അവൾ ചെന്നപ്പോഴേക്ക് സന്ധ്യയും മീനമ്മയും പൊരിക്കടികളുടെ പണികൾ തീർത്തു കഴിഞ്ഞിരുന്നു. പിന്നെ വേണി അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ നടന്നു. ദേ നോക്ക് വേണി, ജീവനും ആ ഫസ്റ്റ് ഇയറിലെ പെൺകുട്ടിയും. അഞ്ജന ചുമലിൽ തോണ്ടിക്കൊണ്ട് കാണിച്ചിടത്തേക്ക് വേണി തിരിഞ്ഞു നോക്കി. ശരിയാണ്, മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന മലയാളം ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിക്ക് മുമ്പിലുള്ള മാവിന് ചുറ്റും കെട്ടി നിർത്തിയ മതിലിന് പുറത്തിരുന്ന് സംസാരിക്കുകയാണ് ജീവനും ആ പെൺകുട്ടിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അങ്ങനെ തോന്നിയ കൗതുകത്തിലാണ് ആ പെൺകുട്ടിയെക്കുറിച്ചും അവരുടെ റിലേഷനെ കുറിച്ചും നന്നായെന്ന് വാച്ച് ചെയ്തും അന്വേഷിച്ച് കണ്ടുപിടിച്ചതും. തങ്ങളുടെ തന്നെ ജൂനിയറാണ് കക്ഷി, പേര് നില. രണ്ടുപേരും റിലേഷനിലാണെന്നാണ് പൊതുവെയുള്ള സംസാരം. എന്നാലും വേണിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റു താല്പര്യമൊന്നുമില്ലെങ്കിലും വേണിക്ക് അവന് ഇഷ്ടമാണ്. അവൾക്ക് അവന്റെ ക്യാരക്ടറിസ്റ്റിക് പിടിക്കുകയും ചെയ്തു. താൻ റിജക്ട് ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും ജീവൻ ആ രീതിയിൽ സംസാരിക്കുകയോ നോക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഒരകൽച്ച പോലും കാണിച്ചിട്ടില്ല. അവന്റെ ആ പെരുമാറ്റം കണ്ട് ഇംപ്രസ്സായ അഞ്ജന ഇടയ്ക്കിടെ പറയും പോയവനെ പ്രേമിക്കാൻ. പോയി മോളെ, ഇനി നോക്കി കൊതിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ള പെൺകുട്ടികൾ കൊത്തിക്കൊണ്ട് പോയവനെ. അല്ലെങ്കിൽ എന്റെ മോളിപ്പോ സ്ഥലസേ സ്വപ്നം കാണുന്ന തിരക്കിലാണല്ലോ. അഞ്ജനയുടെ കുത്തിപ്പറച്ചിൽ കേട്ടപ്പോൾ വേണി അവളെ തുറിച്ചു നോക്കി. നീ എന്നെ കണ്ടുപിട്ടി പേടിപ്പിക്കുന്നു വേണ്ട. നിനക്ക് അങ്ങേരോട് സംതിങ് ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഒന്ന് പോവണ്ണേ, എനിക്കൊരു കുന്തവും ഇല്ല. നീയായിട്ട് ഓരോന്നും ഉണ്ടാക്കാൻ ഞാൻ മതി ഇനി. വേണി അവൾ പറഞ്ഞതിനെ പുച്ഛിച്ചു തള്ളി. ശരി, നീ ഇത് തിരുത്തി പറയുന്ന എനിക്ക് ഉറപ്പാ മോളെ. ഈടായിട്ട് അങ്ങേരെ കുറിച്ച് പറയാനുള്ള നിന്റെ ആവേശവും പറയുമ്പോഴുള്ള മുഖം ചോപ്പികളൊക്കെ കാണുമ്പോഴേ അറിയാം പോലീസ് നിന്റെ ഹൃദയത്തിൽ കയറി കൂടിയിട്ടുണ്ടെന്ന്. അത് നിനക്കൂടി ബോധ്യമാകുമ്പോ മോള് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ വരും. തന്നെ പൂച്ചിച്ചള്ളികളെ നോക്കി അഞ്ജന മനസ്സിൽ പറഞ്ഞു. അല്ല സൺഡേ അല്ലേ പോലീസിന്റെ ഹൗസ് വാമിങ്? എന്താ ഇവിടുത്തെ കാര്യങ്ങള്? പണി കഴിഞ്ഞോ? പെട്ടെന്ന് ഓർത്തുപോലെ അഞ്ജന ചോദിച്ചു. ആ ചോദ്യത്തിൽ വേണി പിന്നെയോടെ അടുത്തേക്ക് നീങ്ങി വന്നു. പണികളൊക്കെ മുഴുവൻ കഴിഞ്ഞടാ. ഇപ്പൊ വീടൊന്ന് കാണണം. എന്താ അടിപൊളിയാണെന്നോ, ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഇഷ്ടമായി വീട്. ഇനിയൊരു വീടുണ്ടാക്കിയാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ കമ്പനിയെ തന്നെ ഏൽപ്പിക്കണം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉഗ്രം വീട്. ഞാൻ ഫോട്ടോസ് എടുത്തിട്ട് അയക്കാം നിനക്ക്. വേണി ഉത്സാഹത്തോടെ പറഞ്ഞു. അയക്ക്. നിങ്ങളെന്താ ഗിഫ്റ്റ് എടുക്കുന്നേ? എന്തെങ്കിലും പറഞ്ഞോ അച്ഛനും അമ്മയും? എന്തൊക്കെയോ രണ്ടാളും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും വല്ല സോഫയോ ടേബിളോ ആവും. ഞാനും ആ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന റോബോട്ടില്ലേ, അത് വാങ്ങാന്ന് പറഞ്ഞ. നന്ദമാമയുടെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടോന്ന്. ആന്റി ഞങ്ങൾ പറയുന്നത് നല്ലതാണെന്നാ പറഞ്ഞിട്ടെന്താ. രണ്ടുപേർക്കും ഞങ്ങളുടെ സജഷൻ ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ ഇന്നോ നാളെ വാങ്ങിക്കുമ്പോൾ അറിയാം എന്താ വാങ്ങിക്കുന്നതെന്ന്. രണ്ട് കൂട്ടുകാരികളുടെയും സംസാരം അങ്ങനെ നീണ്ടുപോയി. 20 സെന്റ് പുരയിടത്തിൽ 1500 സ്ക്വയർ ഫീറ്റിൽ അസലൊരു ഇരുനില വീട്. ഹർഷൻ റോഡിൽ നിന്നുകൊണ്ട് മുഖമുയർത്തി വീടൊട്ടാകെ നോക്കി കണ്ടു. വൈറ്റ് കളർ പെയിന്റ് അടിച്ച ഉയരമുള്ള മതിലിൽ CCTV ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇരുമ്പിന്റെ ഗേറ്റ് പാളികളിൽ ഒന്ന് മാത്രം തുറന്നിട്ടിരിക്കുകയാണ്. ഹർഷൻ അതിലൂടെ മുറ്റത്തേക്ക് കയറി. ഗേറ്റിന് ഇരുവശത്തും ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊഴിച്ച് ബാക്കി മുറ്റം മുഴുവൻ ചെങ്കല്ലിന്റെ പാവിംഗ് സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. ഉമ്മറത്തേക്ക് കയറുമ്പോൾ ഒരു മണി തൂക്കിയിട്ടുണ്ട്. അവൻ ചെരുപ്പുകൾ അഴിച്ച് അകത്തേക്ക് കയറി. സിറ്റ് ഔട്ടിൽ നേരെ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. മുകൾ നിലയിലേക്കുള്ള സ്റ്റെയറും ലിവിംഗ് റൂമിൽ നിന്നാണ്. മുകളിൽ 3 കിടപ്പുമുറികളും ഹാളും ഒരു കോമൺ ബാൽക്കണിയുമാണുള്ളത്. അതിലെ റൂം ശ്യാം കൈയടക്കി. മറ്റു റൂമുകളിൽ ഒന്നിൽ ഹർഷൻ കൈയുള്ള പുസ്തകങ്ങൾ അടുക്കി വെച്ച് ഒരു ലൈബ്രറി പോലെ ഒരുക്കിയിട്ടുണ്ട്. ശ്യാമിന്റെ സ്റ്റഡി റൂമും അത് തന്നെയാണ് ഇനി മുതൽ. താഴെ 2 ബെഡ്റൂമാണുള്ളത്. ഒന്ന് ഹർഷന്റേതും അടുത്ത് രാധികയുടേതും. ലിവിംഗ് റൂം കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് ഏരിയ ആണ്. അമലിനോട് ചേർന്ന് ഓപ്പൺ കിച്ചണും പിന്നെ സ്റ്റോർ റൂമും. എല്ലാ അത്യാവശ്യം സ്പേസുള്ള മുറികൾ തന്നെയാണ്. ബെഡ്റൂമിലല്ലാതെ തന്നെ അകത്തും പുറത്തുമായി 2 സൗകര്യങ്ങളുള്ള ബാത്റൂമും പണിതിട്ടുണ്ട്.
അതെല്ലാം രാധികയുടെ താല്പര്യങ്ങളായിരുന്നു. ഹർഷൻ എല്ലായിടവും സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് ചെന്നു. അവിടെ ശ്യാമു രാധികയും പിടിപ്പത് പണിയിലാണ്. ഇന്നലെ തുടങ്ങിയ ക്ലീനിങ് ആണ്. അതിപ്പോ കിച്ചണിലെത്തി തുടങ്ങി. വീട് മുഴുവൻ പൊടിയും അഴുക്കുമാണ്. എല്ലായിടവും ശ്യാമു രാധികയും തന്നെയാണ് തുടച്ചും അടിച്ചും വൃത്തിയാക്കിയത്. അമലും വേണിയും സന്ധ്യയും ഷാജിയും ഒക്കെ ഇടയ്ക്ക് കഴിയുന്ന പോലെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഡീപ് ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നാണ് ഹർഷന്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ തന്നെ അമ്മയും മകനും നടുവടിയുന്ന പണിയാണ് എടുക്കുന്നത്. ശ്യാം ഹെൽത്ത് വീണ്ടെടുത്ത മുതൽ അമ്മയും മകനും ഹർഷനിൽ നിന്ന് വീട് പണിയുടെ മേൽനോട്ട് ഏറ്റുവാങ്ങിയതാണ്. അതത്രയും ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്തോടെയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ടെൻഷനില്ലാതെ ഹർഷനും സ്വസ്ഥമായി. നീ വന്നോ? കഴിഞ്ഞു പണികളൊക്കെ, ഇനി ഇവിടെ കൂടി തുടച്ചാൽ മതി. രാധിക അവനെ കണ്ടെന്നും പറഞ്ഞു. ശ്യാം ഒരു കിതപ്പോടെ ഏട്ടനെ തലവീർത്തി നോക്കി. അവിടുന്ന് ഫർണിച്ചർ കൊണ്ടൊരു ഉച്ച കഴിഞ്ഞ ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞാലും അങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ട് രണ്ടാളും ഞാൻ വീട്ടിലേക്ക് ഇറങ്ങുക. രണ്ടാളെയും ഫോണിൽ കിട്ടാത്തതുകൊണ്ടാണ് സ്റ്റേഷനിൽ നേരെ ഞാൻ ഇങ്ങോട്ട് വന്ന്. ഹർഷൻ പറഞ്ഞപ്പോൾ രണ്ടാളും സമ്മതിച്ചു. ഫോൺ അപ്പുറത്ത് എവിടെയാണ്? നീ കഴിക്കോ പോയിട്ട്? അതോ നിനക്കൂടെ ഓർഡർ ചെയ്യണോ? ഞാൻ പോകുന്ന പോകിൽ കഴിച്ചോളാം. അമ്മയോട് മറുപടി അറിഞ്ഞുകൊണ്ട് അവൻ ശ്യാമിനെ നോക്കി. ഇത് കഴിഞ്ഞ് ഇനി വേറെ പണിയൊന്നും തിരിഞ്ഞു ചെയ്യണ്ട, ബാക്കിയൊക്കെ അവിടെ കിടന്നോട്ടെ, ഞാൻ വന്നിട്ട് ചെയ്തോളാം. പിന്നെ ഫോൺ അവിടെയാണ് വെക്കണ്ട, അടുത്തെവിടെയും വെക്ക്. എന്തെങ്കിലും ആവശ്യം ഒന്ന് വിളിച്ചാൽ കിട്ടണ്ടേ? അവനൊരിക്കൽ കൂടെ അമ്മയെ ഓർപ്പിച്ചുകൊണ്ട് തിരിച്ചു കിടന്നു. അവിടുന്ന് നേരെ ഹർഷൻ വീട്ടിലേക്കാണ് ചെന്ന്. കിച്ചണിൽ ചെന്ന് ഉണ്ടാക്കിയ ഉപ്മാവ് കണ്ടപ്പോൾ പിന്നെ അവൻ അത് തന്നെ കഴിക്കാമെന്ന് കരുതി. ഒന്ന് ഫ്രഷായി വന്ന് ഉപ്മാവ് ഒരു നേന്ത്രപ്പഴവും കഴിച്ച് ലഞ്ച് അവസാനിപ്പിച്ചവൻ. ഒരു 1/4 മണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചനുസരിച്ച് ഒരു ലോറിയും 2 പണിക്കാർ കൂടെ വന്നു. പിന്നെ അവിടുന്ന് 2 കട്ടിലുകളും അമ്മയുടെ പഴയൊരു അലമാരയും ഫ്രിഡ്ജും തുടങ്ങി ഓരോന്നായി അകത്തുനിന്നും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വണ്ടിയിൽ ഓരോന്നും കയറ്റി വെക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സാധനങ്ങളും അവൻ പുതിയ വീട്ടിലേക്ക് എത്തിച്ചു. അതെല്ലാം അതാത് മുറികളിൽ അമ്മ പറഞ്ഞ സ്ഥാനങ്ങളിൽ കൊണ്ടിറക്കി വെക്കുകയും ചെയ്തു. അന്നത്തെ പണികളെല്ലാം കഴിഞ്ഞ് അമ്മയും മക്കളും പുതിയ വീടിന്റെ ഉമ്മറത്തിരുന്നു. കിഴക്കുന്ന് ഒഴുകി വരുന്ന കാറ്റ് അവരെ തഴുകി കടന്നുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.